നോക്ക്, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇപ്പം ടീച്ചർ മത്സരിച്ചില്ല വടകരയിലല്ലേ. നമുക്കൊക്കെ ടീച്ചർക്ക് എന്തായാലും കുറച്ച് വോട്ടുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ് നമ്മൾ. ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നില്ല ജനം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവരെ കണക്കാക്കിയിരുന്നത്. തൊട്ടടുത്ത പാർലമെൻറ്റ് മണ്ഡലത്തിലൊക്കെ 1,00,000 വോട്ടിന് ഓരോരുത്തരും ജയിക്കുമോ? ഒരു 50,000 വോട്ടിന് ടീച്ചർക്ക് കിട്ടിയാൽ ടീച്ചർ 50,000 വോട്ടിലല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വ്യത്യാസം ഉണ്ടോ? ഒരു വോട്ട് കിട്ടിയോ? എന്തേ, ടീച്ചറോടുള്ള വിരോധമാണോ? അല്ല, പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്താ, പ്രതിഷേധം രേഖപ്പെടുത്തിയ. പിണറായിലടക്കം ഉണ്ടായില്ലേ കണ്ണൂരിലെ മിക്ക ഈ ഡിവിഷനുകളിലും. ഇവിടെ മത്സരിച്ച UDFൻ്റെ സ്ഥാനാർത്ഥികളുടെ മെജ കൊണ്ടൊന്നുമില്ല ഇവരൊക്കെ ജയിച്ചു കയറിയത്. പാർട്ടി സഖാക്കൾ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ. അത് വിലയിരുത്തിയോ ഈ പാർട്ടി വിലയിരുത്തിയോ? 100 സഖാക്കളെ വിളിച്ച് ചോദിച്ചോ എന്താ നിങ്ങളിങ്ങനെ വോട്ടിങ്ങനെ ആവാൻ കാരണമെന്ന്? അപ്പം എന്താ ഈ പറയുന്ന പോലെ എന്തൊക്കെയോ പറയും മാഷ്. എനിക്ക് ആ മലയാളം അറിയില്ല, കാരണം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബന്ധമല്ലോ ഇവർ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ആ ഭാഷ അറിയില്ല. പക്ഷെ ഇതിലൊരു മനുഷ്യൻ്റെ ഭാഷ ഉണ്ട്. എന്താണ്? ഇങ്ങനൊരു വിഷയമുണ്ടായാൽ ഓരോ ബ്രാഞ്ചിലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ പ്രധാന പ്രവർത്തകരെ, ആ പാർട്ടിക്കും വേണ്ടി അധ്വാനിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകരുണ്ട്, അവരെ വിളിച്ചു വെച്ചാൽ അവർ പറയും ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. എന്ത് സഖാവ് ഇനി അങ്ങനെ തീരുമാനം എടുത്തെന്ന് ചോദിച്ചാൽ ആ സഖാവ് പറയും നിങ്ങൾ ഈ നിലപാടുകൾ ശരിയല്ല, ഇത് പാർട്ടിയുടെ നിലപാടല്ല, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് പഠിക്കാനെന്നോ ചിന്തിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ഇങ്ങനെ ചെയ്തത് എന്ന് അവർ പറയും. ചോദിച്ചവരാരെങ്കിലും? എനിക്കും അറിയില്ല. ഇപ്പോൾ സെക്രട്ടറി പറയുന്നത് പോലെ ബഹുജന സംഘടനകളായിട്ടൊന്നും ഒരു ബന്ധമില്ല, പ്രവർത്തിച്ചില്ല എന്ന് ആയിക്കോട്ടെ, സമ്മതിച്ചു, അത് നാട്ടുകാർക്കറിയാം. നമുക്കുണ്ട് ഇവരൊക്കെ ബന്ധം, ഇവരോടൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ നടത്തിയൊരു അന്വേഷണം പോലും പാർട്ടി നടത്തിയിട്ടില്ല, മനസ്സിലായോ? ഇതിലെ എന്താ ഏഴാം കൂലിയായ PV അൻവർ, ഏതോ എന്താ പറയുക അരഞ്ഞു തിരിഞ്ഞ് നടന്ന കോൺഗ്രസ്സുകാരൻ ഈ പാർട്ടിക്ക് കയറി വന്ന ഏഴാം കൂലിയായ PV അൻവർ ഇതിന് അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ വിവരങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ ഏഴാം കൂലിയുടെ വിവരം പോലും, അല്ലെങ്കിൽ ആ വലിഞ്ഞു കയറി വന്ന ആ പഴയ കോൺഗ്രസ്സുകാരൻ്റെ താല്പര്യം പോലും ഈ പാർട്ടി സഖാക്കളുടെ വിഷയങ്ങളിൽ ഇത്ര വലിയൊരു പരാജയം ഉണ്ടായിട്ട് അതുപോലും പരിശോധിക്കാൻ തയ്യാറാകാതെ എൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്താ കാര്യം? ഞാൻ ഇന്നലെ ഏതൊരു വാർത്തക്കാരോട് പറഞ്ഞു, ഒരു സ്ത്രീ വെള്ളം മുക്കിക്കൊണ്ടിരിക്കുക, അതിൻ്റെ സ്വർണ്ണമാല പൊട്ടി കിണറ്റിലേക്ക് വീണു, അത്യാവശ്യം വെള്ളമുണ്ട് കിണറ്റിൽ. നാട്ടുകാരിൽ പലരും മുങ്ങലറിയുന്നവരൊക്കെ വന്ന് മുങ്ങി, ആര് തപ്പിയിട്ടും കണ്ടില്ല. അപ്പോൾ ഒരു വഴിപോക്കൻ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ ഇനി അത് കിട്ടൂല പറഞ്ഞാൽ തിരിഞ്ഞു വരിക. അപ്പോൾ ഈ വഴിപോക്കൻ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മാല കിണറ്റ് ചാടിയിരുന്ന് തെരഞ്ഞിട്ട് കാണുന്നില്ലാണ്. ഇവരങ്ങോട്ട് പോയി വഴിപോക്കൻ്റെ കയറെടുത്ത് ഇറങ്ങി, അവൻ മുങ്ങിയപ്പോൾ തന്നെ ഈ മാല കിട്ടി. അവന് കൂക്കി വിളിച്ച് എല്ലാവരും കൂടി വരുന്നവരെ അടി നിനക്ക് എങ്ങനെയത് കിട്ടിയത് വെച്ചിട്ട്. ആ സ്ഥിതിയല്ലേ പെരിക്ക്, ആ വഴിപോക്കനുണ്ടായ സ്ഥിതി. ഇവനാരിതൊക്കെ പറയാൻ? ഒരു പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ, ഒരു മൗലിക സംഘടനയായിട്ടൊരു ബന്ധമില്ലാത്തവൻ, ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ടോ ഒരു ആയിക്കോട്ടേന്ന്. ആ വഴിപോക്കന് ഇപ്പോൾ ഒരു മാല കിട്ടിയതല്ലേ ഇതിൻ്റെ പ്രശ്നം? ആ വഴിപോക്കൻ ഈ പാർട്ടി എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്നുള്ള നടത്തിയ പരിശോധന പോലും ഈ പാർട്ടി നടത്തിയിട്ടില്ല.